ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാലത്ത് എന്താ പറയുക പത്തൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ പത്തലിന് വേണ്ടിയിട്ട് അരിവെള്ളത്തിലിട്ടിട്ടുണ്ടായി രാന്നെ ഇതാ കല്ലിലേക്ക് ഇട്ട് കൊടുത്തിന്. കല്ലിൽ അരിയുന്നുണ്ട്. നല്ല നൈസായിട്ട് അരിച്ചെടുത്ത് എന്നിട്ട് ഞാൻ പുതുപ്പിയിട്ടെടുക്കുന്നുണ്ട്. 2 ഭാഗമായിട്ടാണ് ഞാൻ പുതുപ്പിയിട്ടെടുക്കുന്നത്. നമുക്ക് ബോൾസാക്കാൻ പാകത്തിന് പുതുപ്പിയിട്ടെടുക്കണം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ആദ്യം പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടായിട്ട് പിട്ടൊഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്ത് ഞാൻ ഇനി എന്താക്കണം, ഞാൻ നല്ല പോലെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഞൗണ്ടിയിട്ടെടുക്കണം. ഞൗണ്ടിയെടുത്തതാ ബോൾസാക്കി വെച്ച് പത്തലിൻ്റെ ഓട് വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. ചൂടായി വരുമ്പോൾ നമുക്ക് പത്തൽ ഓരോന്നും ചുട്ടിട്ട് ഇടാം, പ്രസ്സിലമർത്തിയിട്ടിടാം. അപ്പോൾ ഇത് അരി അരിച്ചിട്ടുള്ള പത്തലാണ്. അരി അരച്ചിട്ട് പത്തൽ ചുടുമ്പോൾ കുറച്ച് മെനക്കേട്. പിന്നെ പൊടിയിൽ ചുടുമ്പോൾ എല്ലാം എളുപ്പമാണ്. എൻ്റെ അടുത്ത് പൊടിയില്ല, പൊടി തീർന്നു. ഞാൻ ഇനി അതിൽ പൊടിക്കാന്ന് വെച്ചെങ്കിൽ മഴയല്ലേ, മഴക്ക് അരി ഉണക്കാനൊന്നും കഴിയില്ലല്ലോ. അങ്ങനെ അരി തന്നെ അരച്ചിട്ട് ചുട്ട പൊടി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഒന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുഴച്ചിട്ടെടുത്തെങ്കിൽ നല്ല അടിപൊളി പത്തലായി. അപ്പോൾ ഞാൻ ഓരോ പത്തലും ചുട്ടെടുക്കുന്നുണ്ട്. പത്തലിതാ നല്ല പോലെ പൊന്തി വരുന്നുണ്ട്. പത്തൽ തിന്നാനല്ല ടേസ്റ്റ്, അത്ര ഉണ്ടാക്കാനും കുറച്ച് ബുദ്ധിമുട്ട്. ദോശൻ്റെ അത്ര എളുപ്പമല്ല പത്തൽ. അങ്ങനെ ഓരോ പത്തൽ ഞാനിതാ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ പത്തലിന് ഞാൻ ഉണ്ടാക്കുന്ന കറി ഇറച്ചിക്കറി. അതിനിതാ ഇറച്ചി നല്ല പോലെ ചെറുതായി മുറിച്ചിട്ട് കൈയിട്ട് കുക്കറിലിട്ട് കൊടുത്തിന്. പിന്നെ അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നു. പിന്നെ തക്കാളി, നീരുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അങ്ങനെ ചതച്ചിട്ട് ഇട്ട് കൊടുത്ത വെളുത്തുള്ളി ഇഞ്ചി എല്ലാം പച്ചമുളക് മുറിച്ചിട്ട് കൊടുത്ത്. എന്നിട്ട് അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഒരു 5, 7, 8 ഇറച്ചിയല്ലേ, 8 വിസിൽ വേണ്ടി വരും. എൻ്റെ കുക്കറിൽ എത്ര വേണ്ടിയായിരുന്നു. പിന്നെ ഓരോരോ ആളെ കുക്കർ അനുസരിച്ചിട്ട് കൂക്കൽ. ചില ആൾക്ക് 2 വിസിലിൽ 3 വിസിലെല്ലാം ഇറച്ചി വന്നിട്ട് വരുന്നു. എനിക്ക് 8 വിസിലടിക്കേണ്ടി വരുന്നു. എൻ്റെ പൊടിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഞാനിതാ മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട്. കൈയോടെ നല്ല പോലെ മിക്സാക്കിയിട്ട് എടുക്കുന്നത്. പിന്നെ അതിന് വേകാൻ വേണ്ടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. 8 വിസിലെല്ലാം അടിക്കുമ്പോൾ വെള്ളം ഇല്ലാങ്കിൽ കത്തിപ്പോവും. അപ്പോൾ വേകാൻ വേണ്ടിയിട്ട് ഇതാ കുക്കറിൽ ഇട്ട് കൊടുത്തത്. ഇറച്ചി നല്ല പോലെ വെന്ത് വന്നപ്പോൾ നമ്മളെ കറിയുടെ റെഡിയായി. അങ്ങനെ പത്തലും കറിയെല്ലാം കൂട്ടി ഇറച്ചിക്കറിയും പത്തലെല്ലാം തിന്ന് പാത്രമെല്ലാം കൈ സീറ്റ് എല്ലാം തോർത്തി ബേസും നല്ല പോലെ കൈയിട്ട് എല്ലാം വൃത്തിയായ ചോറും ആയിട്ട് വാർത്തിട്ടുണ്ട്. പിന്നെ ചോറെല്ലാം വേവിച്ച് ഉച്ചയായി ചോറെല്ലാം വേവിച്ച് പിന്നെ കുളി നിസ്കാരം അങ്ങനത്തെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകിട്ടത്തെ വൈകിട്ടല്ല രാത്രിക്കുള്ള ഇറച്ചിപ്പോള ഉണ്ടാക്കാമെന്ന് നിരീക്ഷിച്ചിട്ട് ഇതാ ഇറച്ചി കറീൻ്റെ ഇറച്ചിയെല്ലാം തീർന്നിന്. അങ്ങനെ ഇപ്പോൾ രണ്ടാമത് വേറെ തന്നെ ഇറച്ചി കുക്കറിലിട്ട് കൊടുത്തിന്. മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് എടുക്കുന്നത്. പിന്നെ അതിലേക്ക് മസാലക്ക് നീരുള്ളിയും കറിച്ചപ്പലും മാത്രം ഇടുന്നത്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടി. അതും ഇട്ടിട്ട് നല്ല പോലെ മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇറച്ചി വെന്ത് വന്നിന് ഇറച്ചി തണ്ണിയിട്ടാകുമ്പോൾ എന്താക്കണം അറിഞ്ഞാൽ ചെറിയ ജാറുണ്ടല്ലേ മിക്സിൻ്റെ, അതിലിട്ട് നല്ല പോലെ പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ടാകുമ്പോഴാണ് നമുക്ക് ഈ പോളക്കല്ല് ഇടുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അല്ല ഇങ്ങനെ പീസായിട്ട് ഇടുമ്പോൾ നമുക്കത് പോള നേരായിട്ട് കിട്ടുകയില്ല. അപ്പോൾ അതിനെന്താക്കണം, ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് ക്ലിക്കാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് ഞാൻ നല്ല പോലെ പൊടിയാക്കിയിട്ട് എടുത്ത് എന്നിട്ട് നീരുള്ളിൻ്റെ ആ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ല പോലെ ഞൊണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതായി അവിടെ. ഇനി പിന്നെ 4 മുട്ട എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നു. പിന്നെ അതിലേക്ക് ഞാൻ ബ്രെഡ് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നു. ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നു. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നു. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നു, ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട്.
അതും ഒന്ന് അടിച്ചെടുക്കുന്നത്. പിന്നെ ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് ചൂടായിട്ടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന പോലെ തേച്ച് കൊടുക്കുന്നു. ഇതിലിങ്ങനെ നമുക്ക് ഇതാ അപ്പായിട്ട് വരുമ്പോൾ അളയിട്ട് വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന്. പിന്നെ ഇതാ മിക്സിൻ്റെ ജാറിലുള്ള പിട്ടുതാ ഒരു 3/4 ഭാഗം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നു. 3/4 ഭാഗം ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലേ അതിട്ട് കൊടുക്കുന്നു. അതെല്ലാ ഭാഗത്തേക്ക് എത്തുന്ന പോലെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണം, ലൈക്ക് ചെയ്യണം. നിങ്ങളെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് എല്ലാം ഇത് അയച്ചു കൊടുക്കണം. അപ്പോൾ അവർ കണ്ടിട്ട് ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് കഴിക്കുമല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കൊരു നേരത്തേനുള്ള കഴിക്കാനുള്ള ഫുഡുമായി വെറൈറ്റിയുമായി ഈ ചോറും കറിയും അപ്പം തന്നെ തിന്നിട്ട് നമുക്കൊരു പിടിച്ചലാന്നില്ലേ. അപ്പോൾ ഇങ്ങനത്തെ എല്ലാം ഉണ്ടാക്കി തിന്നുമ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റിൽ തിന്നാലോ. അപ്പോൾ പിന്നെ കമൻ്റ് ഇടണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഫുള്ളായിട്ട് കാണണം. പിന്നെ പരസ്യം സ്കിപ്പാക്കാതെ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നിലോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ ഇതാ സ്പൂൺ കൊണ്ട് നല്ല പോലെ ഞാൻ എന്താ മിക്സാക്കി അമർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്പൂണിൽ നല്ല പോലെ അമർത്തി കൊടുത്ത് ഞാൻ എന്നിട്ട് മിക്സിൻ്റെ ജാറിലുള്ള ബാക്കി മാവ് അതിൻ്റെ മേലെ ഞാൻ എന്താ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന പോലെ ചുറ്റിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂടി കൊടുക്കുന്നുണ്ട്. ഇതാ ഒരു ഭാഗം ആയിട്ടുണ്ട്. അതിനെ തിരിച്ചിട്ട് കൊടുക്കാം. എന്താ നമ്മളെ പോള ഇവിടെ റെഡി ആയിന്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി. ഞാൻ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്ക് മുട്ട കൊണ്ട് ഉണ്ടാക്കാം, കോഴി കൊണ്ട് ഉണ്ടാക്കാം, ഇറച്ചി കൊണ്ടുണ്ടാക്കാം, എല്ലാം കൊണ്ടുണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. ഞങ്ങൾ രാത്രിക്ക് വേറെ ഒന്നും കഴിച്ചിട്ടാണ് ഇതന്നെ കഴിച്ചതാണ്. അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.